വാലന്റൈൻസ് ഡേയുടെ അന്ന് നമ്മുടെ കാനഡയിലുള്ള സ്റ്റോഴ്സിൻ്റെ അവസ്ഥ എന്താണെന്ന് കണ്ടാലോ? ഞാൻ ഇന്ന് പോയത് എൻ്റെ ജോലി സ്ഥലത്തെ തൊട്ടടുത്തുള്ള ഒരു വാൾമാർട്ടിലാണ്. അപ്പോൾ കയറുമ്പോൾ തന്നെ എൻട്രൻസിൽ അവർ പ്രലോഭിപ്പിക്കാൻ വേണ്ടി തന്നെ ഒരുപാട് പൂക്കൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കും എങ്ങനെയാണ് ആൾക്കാർ മേടിക്കാണ്ട് പോവുകയെന്ന്. അവർ പല തരത്തിൽ അവർ ഡെക്കോർ ചെയ്ത്, അതായത് ഓരോരോ കളേഴ്സ് കമ്പൈൻ ചെയ്തൊക്കെ അവർ വെച്ചിട്ടുണ്ട്. എനിക്ക് കണ്ടപ്പോൾ ഒരു ബൊക്കെ എടുത്താലോ എന്ന് തോന്നി, പക്ഷെ വില കണ്ടപ്പോൾ എടുക്കണ്ടെന്ന് തോന്നി. ഞാൻ പിന്നെ നമ്മളെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി തന്നെ അവർ എല്ലാ കൗണ്ടറിൻ്റെ അവിടെ മറ്റേ പുട്ടിന് പീരിടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഈ പൂക്കളുടെ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ പോയത് ഈ സെക്ഷനിലാണ്. ഇവിടെയാണ് കുറച്ചും കൂടി നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയ ഒരു കൗണ്ടർ. അവിടെ ഫുള്ളും ഈ ചെടിയായിട്ടാണ്, ആ ബൊക്കെയല്ല, അതിന് പകരം അവർ ചെറിയ ചെറിയ ചെടി, റോസാ ചെടി വരെ ഉണ്ട് കേട്ടോ. പിന്നെ എനിക്കറിയില്ല ഇവിടുത്തെ ക്ലൈമറ്റിൽ നമ്മൾ ഏത് ചെടി മേടിച്ചാലാണോ നല്ലതെന്ന്. എൻ്റെ കണ്ണ് കുരുക്കിയത് ആ ഓർക്കിഡിലായിരുന്നു. അവർ ഡെക്കോർ ചെയ്തേക്കുന്ന സ്റ്റൈല് കണ്ടാൽ തന്നെ നമുക്ക് കൊതിയാവും കേട്ടോ. ഇപ്പോൾ ഞാൻ കാണിച്ചത് ആ റെഡ് ഒരു ബാഗിൻ്റെ സ്റ്റൈലിൽ അവർ സെറ്റ് ചെയ്തിട്ട്, ഈ പൂവിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് ചെടിയായിരുന്നു കേട്ടോ, ഒരു റെഡ് ഹാൻഡിലൊക്കെ ഉള്ള നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് ഓവറോൾ ഇഷ്ടപ്പെട്ടത് ഇവനായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് അവിടുത്തെ സ്വീറ്റ്സിൻ്റെയും വാലന്റൈൻസിന് വേണ്ടി മാത്രം ഒരു പ്രത്യേക സെക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ആ സെക്ഷനിലൂടെയൊക്കെ ഞാൻ പയ്യൊന്ന് നടന്നു. നമുക്കും ഉണ്ടല്ലോ വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. ആലോചിച്ച് പൂ വേണോ സ്വീറ്റ്സ് വേണോ എന്നൊക്കെ ഒരുപാട് ആലോചിച്ചു. പിന്നെ ഇവിടെ ട്യൂലിപ്പിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഏറ്റവും ലാസ്റ്റാണ് ഈ ട്യൂലിപ്സിനെ ഞാൻ കണ്ടത്. അടിപൊളിയായിരുന്നു, എല്ലാം കളർഫുള്ളാണ്. പക്ഷേ എനിക്ക് അതൊരു റൊമാൻറ്റിക് ആണോ എന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷെ എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വെറൈറ്റി കളേഴ്സായിരുന്നു എല്ലാം. ഈ വിൻ്ററിൽ അവർ എവിടെ നിന്നാണ് ഈ ട്യൂലിപ്സ് റെഡിയാക്കിക്കൊണ്ട് വരുന്നതെന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഞാൻ ഇവനെയും പൊക്കി ഇങ്ങോട്ട് പോന്നു.